ഹലോ വെൽക്കം ടു മൈ ദുബായ് ഡയറീസ് പാർട്ട് 2. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയത് ഡെസേർട്ട് സഫാരി കാണാനായിരുന്നു. വലിയ നഗരങ്ങളിൽ നിന്നും തിക്കും തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. പോകുന്ന വഴി നിറയെ മരുഭൂമികൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരു സൈഡിലുമായിട്ട്. മരുഭൂമിയുടെ യഥാർത്ഥ ഭംഗി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആസ്വദിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ദുബായ് ഫ്രെയിം കാണാൻ പോകുന്നതിന് ഒരു 52 ദിർഹംസാണ് അതിന് വരുന്ന ഫീസ്. 8 മണി തൊട്ട് 5 മണി വരെയാണ് അവിടുത്തെ സന്ദർശന സമയം. നമുക്ക് ഫോട്ടോഗ്രാഫീസും ഉണ്ട് അവിടെ. ഒരു 100 ദിർഹംസ് ആണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. നമ്മൾ പൈസ കൊടുത്ത് അവർ നമുക്ക് നല്ല ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് തരും. മരുഭൂമിയുടെ മനോഹാരിതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യാത്രയാണിത്. മരുഭൂമിയുടെ മണലാരുണ്യത്തിൻ്റെ ഭംഗിയിലേക്കാണ് ഈ യാത്ര നമ്മെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ ഷോ ഒരു ഫുൾ പാക്കേജാണ്. ഇതിൽ നമുക്ക് ഉള്ളത് ഒട്ടക സവാരിയുണ്ട്, പിന്നെ ഒരു ജീപ്പ് പോലത്തെ ഒരു വണ്ടിയിൽ നമുക്ക് ഡെസേർട്ട് സഫാരി, പിന്നെ ഫാൽക്കൺ ഫോട്ടോഗ്രാഫി, ബെല്ലി ഡാൻസ്, ഫയർ ഷോ, കൂടാതെ അവരുടെ തനതായ കുറച്ച് ഡാൻസുകൾ, പിന്നെ അറേബ്യൻ ഭക്ഷണങ്ങൾ, അങ്ങനെ കുറേ പാക്കേജുകളാണ് നമുക്കിതിലുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് 2 പേർക്ക് ഇരിക്കാവുന്ന വാഹനങ്ങളുണ്ട്, പിന്നെ 4 പേർക്ക് സഞ്ചരിക്കാവുന്നതും ഒരാൾക്ക് സഞ്ചരിക്കാവുന്നതും. ഞങ്ങൾ 2 പേരുള്ളതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ബിക്കോസ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇതത്ര പാടൊന്നുമില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് കുറച്ചൊരു എന്താ പറയുക, ഒരു ബാലൻസ് വേണമെങ്കിലും നമുക്ക് പറ്റുള്ളൂ. ഇപ്പം അവിടുന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ ഒട്ടക സഫാരിക്ക് വേണ്ടിയാണ് പോയത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒട്ടകം ഇവർ ആ മരുഭൂമി ഫുള്ള് നമ്മളെ കാണിക്കും, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇത് ജസ്റ്റ് ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമാണ് നമ്മൾ ഒട്ടകമായിട്ട് പോകുന്നത്. എനിക്ക് അത്ര വരെ പോകാനുള്ള അത്ര ഒരു എനിക്ക് കോൺഫിഡൻസ് ഇല്ല. സോ ഞാൻ ആ റിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് എനിക്ക് കയറാനൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയാണെങ്കിൽ കൂടി എനിക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം, അതെന്താണെന്ന് എനിക്ക് അറിയണം. സോ പേടിയുണ്ടെങ്കിലും ഞാൻ അതിൽ കയറി. അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇത് നമ്മുടെ വണ്ടിയിലുള്ള സഫാരിയൊക്കെ കഴിഞ്ഞ് അവർ നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് ഉണ്ടാവും. ഇവിടെയാണ് മെയിനായിട്ടുള്ള ഫാൽക്കൺ ഫോട്ടോഗ്രാഫീസ്, ഡാൻസുകൾ, ഫുഡ് എല്ലാം നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ഈ ഡ്രസ്സ് അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരും. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ കോസ്റ്റ്യൂംസൊക്കെ അവർ തരുന്നതാണ്. തലയിൽ കിട്ടുന്ന ആ ഒരു തുണി മാത്രമാണ് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഷൂട്ടും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ ഷോ സ്റ്റാർട്ട് ചെയ്യും. ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് പരിപാടികളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് സഫാരീസ് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മറ്റേ വണ്ടിയിലുള്ളതും ഒക്കെ എല്ലാം കഴിഞ്ഞു. ഫോട്ടോഗ്രാഫി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 6-6:30 7 മണിയോട് കൂടിയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫയർ ഷോ, അങ്ങനെ കുറേ ഡാൻസ്, അവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രീമിയം, പിന്നെ സ്റ്റാൻഡേർഡ്, അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ പ്രീമിയത്തിന് എനിക്ക് തോന്നുന്നു ഇത് എത്രയാണ് 350 സംതിങ് എങ്ങാണ്ട് ആണെന്ന് തോന്നുന്നു. നമ്മൾ ബേസിക് ആയിട്ടുള്ളതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എവിടെ ഇരുന്നാലും സെയിം വ്യൂ തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നത്. അവർ പറയുന്നു കുറച്ചും കൂടി എമൗണ്ട് കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. എല്ലാം സെയിം തന്നെ. എനിക്കത് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. എവിടെ ഇരുന്നാലും കാണുന്ന സെയിം കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു, കുറ്റം പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ അവിടുത്തെ ഈവനിങ് ടൈമിലുള്ള ഒരു ആംബിയൻസ്, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ് അവിടെ. പിന്നെ കുറേ പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ നമുക്ക് കാണാം. അധികവും നമ്മൾ യൂറോപ്യൻസിനെയൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, ഈജിപ്ഷ്യൻസ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. വൺസ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര നല്ല ഒരു കണ്ണിന് നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. പിന്നെ അവർ നല്ല രീതിയിൽ തന്നെയായിരുന്നു എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു, നമ്മൾ ഇവിടെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഓരോ ടേബിളും നമുക്ക് എടുക്കാം. നമുക്ക് ഫുഡ് ഒരു ബൊഫേ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. നമ്മൾ പോയി നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റിയിലുള്ള ഇഷ്ടമുള്ള ഫുഡ് അത്രയും നമുക്ക് അവിടെ പോയി എടുക്കാം. ഈ സൈഡിലായിട്ട് അവർ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ബെല്ലി ഡാൻസ്.
സത്യം പറഞ്ഞാൽ എനിക്കും എല്ലാവരെയും പോലെ ഈ ബെല്ലി ഡാൻസ് ഒന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ഈ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തപ്പോൾ തന്നെ ആദ്യം ചോദിച്ചത് ബെല്ലി ഡാൻസ് ഉണ്ടോയെന്നായിരുന്നു. കാരണം നമ്മൾ ഈ ഫിലിംസിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം നേരിട്ട് കാണണം, അതെന്താണ് എന്നൊക്കെ അറിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കറിയാം ഇതിൽ കുറേ വിഷ്വൽസൊക്കെ കുറവാണ്. ഞാനിത് ആക്ച്വലി ഒരു വ്ളോഗായിട്ട് എടുക്കാൻ തീരുമാനിച്ചതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേയൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറവായിരിക്കും. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പോയ സ്ഥലങ്ങളും പോയ വിശേഷങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇനി സന്ധിക്കും വരേക്കും വണക്കം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.